ഞാനതാ പറഞ്ഞത്, അതിൻ്റെ ലാസ്റ്റിലുള്ള കണക്ക് ക്രോഡീകരിച്ച് മുഴുവൻ നോക്കി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണത്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ പിന്നെ കണക്കെടുക്കുമ്പോൾ ആറ്റി കുറുക്കി ഉള്ളൊരു കണക്ക് എടുക്കാറുള്ളൂ, ഒരു ലാവിഷായിട്ടുള്ള കണക്ക് എടുക്കില്ല. എപ്പോഴും അതിൽ കൂടാറേ ഉള്ളൂ ഞങ്ങൾക്ക് കണക്ക് കിട്ടിയാൽ. ഞാൻ അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. നന്നായിട്ട് അത് വന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റയും തെറ്റയായിട്ടുള്ള നമ്പറെല്ലാം കൂട്ടുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് ബാക്കിയുണ്ടോയെന്നറിയില്ല. ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾ വോട്ട് പോൾ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ എന്തായാലും അസുഖമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഉള്ളവർ, അല്ലാണ്ട് വോട്ട് ചെയ്യാൻ വരാത്ത ആരും LDF കൂട്ടത്തിലുണ്ടാവില്ല. ഈ കാപ്പി എന്ന പരാമർശമുള്ള വാട്സപ്പ് സന്ദേശം UDF കേന്ദ്രങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു എന്നാണോ ടീച്ചർ വിശ്വസിക്കുന്നത്? ഞാനങ്ങനെ വിശ്വസിക്കുന്നതാണല്ലോ ഇന്നലെ പറയാം. കാരണം എനിക്ക് കിട്ടിയ പേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണത് വന്നിട്ടുള്ളതെന്ന്. അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു. ഫേക്കാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ. ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. ഫേക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല, ആരോ ഫേക്ക് പേജ് ഉണ്ടാകും. പക്ഷേ അവരുടെ ഒറിജിനൽ, അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് പോയിട്ടുള്ളത്. ഇല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ഇന്നലെയാണ് അത്ര. അതിന് മുമ്പേ ഉള്ള പലതും എൻ്റെ അനുഭവത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന മാതൃഭൂമി ഇവിടെ ഉണ്ടല്ലോ, ഓൺലൈൻ പേജ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ടില്ല. അത് ഫേക്കാണ്, കൃത്രിമമായി സൃഷ്ടിച്ചതല്ലേ. എന്നിട്ട് അത് മാതൃഭൂമി നിശ്ചയിച്ചല്ലോ. അങ്ങനെയുള്ള എന്തെല്ലാം അനുഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്തുടർച്ചയായിട്ടാണ് ലാസ്റ്റ് ഇത് വന്നത്. കാരണം വോട്ടിൻ്റെ തൊട്ടടുത്ത തലേന്നാൾ അങ്ങനെയൊന്ന് വരുമ്പം അവരെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്ര പോലും തരം താഴ്ന്നിട്ടൊരു പേജ് വന്നു എന്നുള്ളതൊരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് ഫേക്കാണെന്ന് അവർ തെളിയിച്ചാൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പേരിലാണോ ഈ വ്യാജ പോസ്റ്റർ വന്നത്? അയാൾ പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ടീച്ചർ കൂടി കേസ് ഇതിൽ LDF കൂടി ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? മറ്റെല്ലാത്തിനും ഇപ്പോൾ ഇന്നലെയല്ലേ വന്നത്, ആവുന്നല്ലേ ഉള്ളൂ. സാധാരണ ഈ സൈബർ കേസിലെല്ലാം പരാതി വന്നാൽ പിറ്റേന്ന് പോയി പിടിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു അന്വേഷണം നടത്തണ്ടേ? അന്വേഷിക്കുന്നുണ്ടാവാം. അതെ ഫിദ, അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം എല്ലാം നടക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒപ്പം തന്നെ പറഞ്ഞത് അവരും പരാതി കൊടുക്കുന്നുണ്ട് പോലീസിൽ.